ഇപ്പൊ ഈ സിദ്ദീഖ്, ഇടവേള ബാബു, ബാബുരാജ്, സംവിധായകൻ രഞ്ജിത്ത്, മുകേഷ്, ജയസൂര്യ, സുധീഷ്, അങ്ങനെ നിരവധി പേർക്കെതിരെ പീഡന കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. ഇപ്പതാ ഇന്നലെ മുതൽ മറ്റൊരു ഞെട്ടിക്കുന്ന പീഡന ആരോപണം വന്നിരിക്കുകയാണ്. അത് പ്രമുഖ നടനായിട്ടുള്ള നിവിൻ പോളി എന്ന് പറയുന്ന യുവ നടനാണ്. അപ്പൊ ഈ നടൻ സത്യത്തിൽ ഇതിലൊന്നും പെടാത്ത ഒരാളാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അത് മാറ്റിമറിച്ചുകൊണ്ടൊരു വനിത കടന്നു വന്നിരിക്കുകയാണ്. ആ വനിതയുടെ ഒരു അഭിമുഖം റിപ്പോർട്ടർ ചാനലിൽ കാണാനിടയായി. ഒരുപാട് ചാനലിൽ കണ്ടു, പക്ഷെ റിപ്പോർട്ടർ ചാനലിലാണ് ശരിക്കും ഡോക്ടർ അരുൺ എന്ന് പറയുന്ന ആദ്യത്തെ അവതാരകൻ ആ ഒരു പീഡിതയായ സ്ത്രീയോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത്ര കൃത്യമല്ലെങ്കിലും കുറെ കൂടി മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് ഒരു പാവാട താങ്ങി മോഡൽ അല്ല, ആ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പീഡിത എന്ന് പറഞ്ഞ സ്ത്രീ, ഈ നിവിൻ പോളിക്കെതിരെ ഈ ഒരുപാട് സംഗതികൾ പറഞ്ഞ സ്ത്രീ ഭൂലോക ഫ്രോഡാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ പാവാട താങ്ങികളുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ചിലപ്പം അതൊരു അതിജീവിതയാണ്, പീഡിതയായ സ്ത്രീയാന്നൊക്കെ തോന്നും. എന്തായാലും നമുക്ക് ആ ഒരു അഭിമുഖം കേൾക്കുക. അത് ശരിക്കും നമ്മളൊന്ന് ചികഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് തിരശ്ശീലക്ക് പിന്നിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. കാരണം ഈ ഒരു സ്ത്രീനെ പീഡിപ്പിച്ചത് ദുബായിൽ വെച്ചിട്ടാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ടാവും. കാരണം ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു ഊളപ്പെണ്ണിന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് ഞാൻ ഗുണ്ടയാണ്, നിന്നെ തടവിലാക്കി എന്നൊക്കെ പറയുമ്പോ ഈ സ്ത്രീ തിരിച്ചൊന്നും ചോദിച്ചില്ലേ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ചെറിയ ഒരു മറുപടി എന്ന നിലക്കാണ് സ്ത്രീ പറയുന്നത് ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ടോട്ടൽ തറയാണ് എന്നുള്ള കാര്യം. ഫോണിൽ നിന്ന് ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയക്കുക, അത് ഹാക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതല്ല ഇവർക്ക് കേൾക്കാൻ പറ്റും. ഹസ്ബൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവരെന്റെ ബെഡ്റൂമിൽ, അതായത് ഞാൻ അവിടെ ലോക്ക് ആയ സമയത്ത് എന്റെ വീട്ടിൽ, അതായത് ഹസ്ബൻഡ് എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ വീടിന്റെ ചാവി എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഹസ്ബൻഡിനും ഞാൻ സംസാരിക്കുന്നതായി ഇവർക്ക് കേട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, അവർ ഒരാളിനെ വിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ഞങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യുകയും ഹസ്ബൻഡിന്റെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ റൂമിനോട് ചേർന്ന് അടുത്തൊരു റൂം എടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ അവർക്ക് റൂം വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ച് എന്റെ ആ റൂമിന്റെ ഓണറുടെ നമ്പർ കൊടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തി എന്റെ റൂമിനോട് ചേർന്ന് ഒരു റൂം എടുക്കുകയും ആ റൂമിൽ ഈ ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്നവരെ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരും എന്റെ തൊട്ടപ്പുറത്തെ റൂമിലായതുകൊണ്ട് ഇവര് പെട്ടെന്ന് റൂം എടുത്ത് എന്നെ വന്ന് ഈ ശ്രേയ, ബിനു, ബഷീർ, കുട്ടൻ എന്റെ റൂമിൽ കയറി വരികയും എന്നെ ലോക്കാക്കുകയും കഴിഞ്ഞ ദിവസം സുനിൽ ചേട്ടൻ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. അവരുടെ വീട്ടിലെന്തോ ഇഷ്യൂസ് ഉണ്ടായി, പുള്ളി ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്നേക്കുന്നതാണ്, നിനക്ക് ഒന്ന് പാഠം പഠിപ്പിക്കണം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണം, ഇനി പുറത്തോട്ട് വിടില്ല, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി നമ്മളെ അവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ പറയുന്ന ടോണിൽ എനിക്ക് തോന്നിയത് ഈ കുട്ടികളൊക്കെ പാഠപുസ്തകങ്ങൾ കാണാപ്പാടാക്കിയതിനു ശേഷം പറയല്ലോ, അതുപോലത്തെ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്നെ തോന്നി എനിക്കറിയില്ല. അതിന് കാരണം എന്താ വെച്ചാല് ഈ സ്ത്രീ പറയുന്നത് എന്റെ റൂമിലേക്ക് വരികയും ഡോറ് പൂട്ടുകയും അകത്തിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും MDMA അടിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്ന ആ ടോണിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഏതോ എഴുതി വെച്ചിട്ട് നന്നായിട്ട് കാണാപ്പാടാക്കിയതിന് ശേഷം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചാനൽ ഉണ്ടല്ലോ, ഈ ന്യൂസ് 18 മറ്റുമാണ്, ഇത് രണ്ടാമത്തെ അഭിമുഖമാണ്. ആദ്യത്തെ അഭിമുഖമായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ. അതിൽ ശരിക്ക് ഈ അരുൺ എന്ന് പറയുന്ന അവതാരകൻ ചോദ്യം ചോദിച്ചിട്ട് ഈ ഒരു പെണ്ണിനെ വട്ടം കറക്കി. അങ്ങനെ വട്ടം കറക്കിയപ്പോഴാണ് മറ്റൊരു ചാനലിൽ ഫുള്ള് കാണാപ്പാടമാക്കിയിട്ട് തെറ്റാതെ ഇങ്ങനെ തുരുതുരേനെ പറയാണ്. അപ്പൊ അതിൽ തന്നെ വലിയ ഒരു സംശയമാണ് നമ്മുടെ മനസ്സിൽ ജനിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വിശദമായിട്ട് തന്നെ കാണാം. അതായത് ഈ ഒരു സ്ത്രീ പറയുന്നത് ഇതിന്റെ സംഭവ വികാസം എങ്ങനെയാന്ന് വെച്ചാല്, ഈ സ്ത്രീ ഒരു നേഴ്സാണ് ദുബായില്. ആ സമയത്ത് ഏതോ ഒരു സ്ത്രീ വന്നിട്ട് അവിടെ ഏതോ ഒരു സ്ഥലത്ത് പരിചയപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞത്ര നിനക്ക് യൂറോപ്പിലേക്ക് പോകാൻ ഉള്ള മാർഗങ്ങൾ ഞാൻ ശരിയാക്കി തരാം, എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, നീ എനിക്ക് 3 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ 3 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു. യാതൊരു തെളിവും ഇല്ലാതെ ഇന്നലെ പരിചയപ്പെട്ട ഒരു സ്ത്രീക്ക് കൊടുത്തു എന്നാണ് ആ സ്ത്രീ പറയുന്നത്, ഈ ഒരു പീഡിത പറയുന്നത്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം 1-2 മാസം കഴിഞ്ഞു. ആ സ്ത്രീ 3 ലക്ഷം രൂപ കൊടുക്കുന്നുമില്ല. ഈ ഒരു പീഡിതയായ പാവം സ്ത്രീയെ യൂറോപ്പിലേക്ക് അയക്കുന്നുമില്ല. അപ്പൊ എന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് ആ ശ്രേയ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്റെ അടുത്ത് ഇപ്പൊ അങ്ങനെ 3 ലക്ഷം ഒന്നുമില്ല, നിനക്ക് സിനിമയിൽ ഒരു ചാൻസ് ഉണ്ടാക്കി തരാം, ആ 3 ലക്ഷത്തിന് പകരമായിട്ട് എന്ന് പറഞ്ഞു.
അങ്ങനെ ശരി എന്നാ ഓക്കെ എന്നും പറഞ്ഞിട്ടാണ് ആ ശ്രേയ പറഞ്ഞ സ്ത്രീയുടെ കൂടെയാണ് അവിടെ ദുബായിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് സുനിൽ പറഞ്ഞ ഒരാളെ കാണുന്നത്. അയാളാണ് ഈ സ്ത്രീനെ പീഡിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രേയ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നോട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഒരു 3 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയുണ്ടായി. അത് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രൊഡ്യൂസറായ AK സുനിലിനെ പരിചയപ്പെടുത്തി തരികയും ഞാൻ AK സുനിലിനെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അന്ന് പുള്ളി എന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും ഞങ്ങൾ തമ്മിലൊരു ഫാമിലിയിൽ അറിയുകയും. ദുബായിലായിരുന്നോ ഈ സംഭവം? അല്ലെ, ആ സ്ത്രീ സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും ശ്രദ്ധിക്കുന്നത് അതേ കാര്യമാണ്. എന്ന് വെച്ചാല് ഇങ്ങനെ പറഞ്ഞു പോവാണ്, അയാളെന്നെ വിളിപ്പിക്കുകയും അയാളെന്നെ പീഡിപ്പിക്കുകയും ശ്രേയ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഇടയിലാണ് ഈ അരുൺ കയറിയിട്ട് ഒരു മിനിറ്റ് പറഞ്ഞ് സ്റ്റോപ്പ് ആക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാണാപ്പാടമാക്കിയത് മുഴുവൻ ഒരു തല മുതൽ ഒരു തല വരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറയുന്നത് ദുബായിലത്തെ ഫ്ലോറ ക്രീക്ക് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അത്രേ. അതിലേക്കാണ് ഈ ശ്രേയ പറഞ്ഞ സ്ത്രീ ഈ ഒരു പാവം പീഡിതയെ കൊണ്ടുപോയത്. ഏതൊരു MK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അത്രേ, നിർമ്മാതാവ്, മലയാള സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്. അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. അതായത് ഈ കേസിലുള്ളവരല്ല, വേറെ ഈ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഫിലിം സ്റ്റാർസ് എല്ലാം പോയി റൂം എടുക്കുകയും അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നതും. ഓക്കെ, അപ്പൊ പക്ഷേ ആ ദിവസം താങ്കൾക്ക് ദുരനുഭവം നേരിട്ടത് സുനിലിൽ നിന്ന് മാത്രമാണ്. അതെ. അപ്പൊ അതിനുശേഷം താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായി തിരിച്ച് ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്കാണോ വന്നത്? ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഈ കാര്യം പറഞ്ഞോ, സുഹൃത്തുക്കളോട്? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവിടെ ദുബായിൽ തന്നെ റൂമിൽ പോയി. ഞാൻ അന്നേരം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഹസ്ബൻഡിനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് പോയത്. പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ്. അങ്ങനെ ഇത് നടക്കുന്നത് നവംബർ ആദ്യ വാരത്തിലാണ്. തീയതി ഓർമ്മയില്ല, പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ തീയതി തീരെ ഓർമ്മയില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് പീഡിപ്പിച്ചതിന് ശേഷം വിടുകയാണ്. നവംബർ ആദ്യ വാരത്തിലാണ് നടക്കുന്നത്. പീഡിപ്പിച്ചതിന് ശേഷം ദുബായ് പോലത്തെ ഒരു സ്ഥലത്തിട്ടോ, ദുബായ് UAE, അവിടെ പീഡിപ്പിച്ചിട്ട് സ്ത്രീനെ പോകാൻ പറയാണ്. ആ സ്ത്രീ സുഖമായിട്ട് വരുന്നു. എന്നിട്ട് എന്തോ ടാക്സിയിലോ മറ്റോ കയറിയിട്ട് സ്വന്തം റൂമിലേക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അരുൺകുമാർ ചോദിക്കുന്നത് ആരോടും പറഞ്ഞില്ലേന്ന്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാല് ഭർത്താവിനോട് പറഞ്ഞ ആവശ്യമില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോരെ. ഇത് UAE സ്ഥലം, അവിടെ ഈ ചോർച്ചാജി അല്ല ഭരിക്കുന്നത്, അവിടുത്തെ നിയമങ്ങൾ വേറെയാണ്. ബലാത്സംഗനെ കെട്ടിത്തൂക്കും, അങ്ങനത്തെ സ്ഥലമാണ് ഈ UAE എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് പീഡിപ്പിച്ചതിന് ശേഷം ഒരു പ്രൊഡ്യൂസർ നീ പോയി കൊടി പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടാക്കി എന്നാ പറയുന്നത്. വീട്ടിൽ വന്നു. അപ്പോ ആ സംഭവം ദുരനുഭവം ഉണ്ടായി. അതിനുശേഷം സുനിലിനോട് താങ്കൾ പറഞ്ഞില്ലേ താങ്കൾ ഇത് പരാതിപ്പെടാൻ പോവുകയാണ്? പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇത്തരം സംഭവം നടന്നാൽ പരാതിപ്പെട്ടാൽ ആ നിമിഷം കയ്യാമം വെച്ചുകൊണ്ട് പോകും. അതാണ് അവിടുത്തെ നിയമം. കാരണം നമുക്കത് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്ക് കോള് വന്നപ്പോൾ പുള്ളിയുടെ വീട്ടിലെന്തോ കേട്ടു, ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയത് പുള്ളിയുടെ വൈഫ് എന്തോ കേട്ടു എന്നും പറഞ്ഞാണ് മുമ്പോട്ടുള്ള വഴക്ക് അവിടുന്ന് ആരംഭിക്കുന്നത്. അതായത് ആ ഒരു സുനിൽ പറഞ്ഞ ആള് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ സുനിൽ പറഞ്ഞ ആളുടെ ഭാര്യയുടെ ഫോൺ വന്നു. ആ സമയത്ത് ഈ സ്ത്രീയുടെ ശബ്ദം കേട്ടു എന്നാ പറയുന്നത്. ഈ സ്ത്രീ ഇങ്ങനെ കൊതറി മാറാനും അലറി വിളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെ എന്താണാവോ തെളിവ് എനിക്കറിയില്ല കേട്ടോ. ആ സ്ത്രീ പറയുന്നത് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. സ്ത്രീകൾ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക. അപ്പൊ അങ്ങനെ ആ ഭാര്യ കേട്ടപ്പോ ആ ഭാര്യയും ഈ സുനിൽ പറഞ്ഞ ആളും തമ്മിലുള്ള പ്രശ്നങ്ങളായി, കുടുംബ പ്രശ്നങ്ങളായി. ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെണ്ണിന്റെ പിന്നാലെ കൂടിയത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ ശ്രേയ എന്ന് പറയുന്ന ലേഡി പുള്ളിക്കാരിക്ക് റൂം വേണമെന്നും പറഞ്ഞ് എൻ്റെ റൂമിനോട് ചേർന്ന് വേറൊരു റൂം എടുക്കുകയും അവിടെ ഈ ബിനു, നിവിൻ പോളി, കുട്ടൻ, ബഷീർ എന്ന് പറയുന്നവർ അവിടെ വരികയും എന്നെ ഒരു 3 ദിവസം എന്നെ റൂമിൽ ലോക്ക് ചെയ്തിടുകയും ചെയ്തു. ഒരു നിമിഷം, മാനസികമായ പീഡനങ്ങളും. താങ്കൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണോ ഈ ശ്രേയ വന്ന് റൂം എടുത്തത്? നിങ്ങൾ ഈ സ്ത്രീ സംസാരിക്കുന്ന പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കണം. ശ്രേയ എന്ന് പറഞ്ഞ സ്ത്രീ വരികയും എന്റെ റൂമിന്റെ തൊട്ടടുത്ത് റൂം എടുക്കുകയും എന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരികയും ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതായത് എന്തോ നോക്കി വായിക്കുകയാണെന്നോ അല്ലെങ്കിൽ കാണാപ്പടമാക്കി വായിക്കുകയാണോ തോന്നിപ്പോവും. എന്നിട്ട് പറയുന്നത് അവിടെ നവംബർ ആദ്യത്തെ വാരത്തിൽ ഈ ശ്രേയ പറഞ്ഞ പെണ്ണ് കൊണ്ടുപോയിട്ടാണല്ലോ പീഡിപ്പിച്ചത്. പക്ഷെ ഡിസംബർ ആയപ്പോഴേക്കും ഇതേ ശ്രേയ വന്നിട്ട് പറഞ്ഞു എനിക്ക് റൂമില്ല, അതുകൊണ്ട് എനിക്ക് റൂം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കണം. പീഡിപ്പിക്കാൻ കൊണ്ടുപോയ അതേ സ്ത്രീ വന്നിട്ട് റൂം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോ ശരി എന്റെ ബിൽഡിംഗ് ഓണറുടെ നമ്പർ തരാമെന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നു. ഈ ശ്രേയ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഒരു പീഡിതയുടെ തൊട്ടടുത്ത റൂമിൽ റൂം എടുക്കുന്നു. റൂമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണേ. ദുബായിൽ ഇങ്ങനെ റൂം ഒഴിഞ്ഞെടുക്കാണ്, ഒരു സംശയമില്ലല്ലോ. അല്ലല്ല, ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് 3 ദിവസം ലോക്ക് ചെയ്തിട്ട് ആ റൂമിൽ. ആരുടെ റൂമിലാണ് ലോക്ക് ചെയ്തത്? താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തോ അതോ ഈ ശ്രേയയുടെ റൂമിൽ ലോക്ക് ചെയ്തോ? എന്റെ റൂമിൽ ലോക്ക് ചെയ്തു.
താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്ത് താക്കോലുമായിട്ട് അവർ പോയി. ഇനി ഈ ഭാഗത്ത് നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇത് ദുബായുമായി ബന്ധപ്പെട്ട സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ദുബായിലൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു നോണ ദുബായിനെ കുറിച്ച് പറഞ്ഞതിൽ നമുക്ക് പിടിക്കാൻ കഴിയും. പിന്നെ പറയുന്നത് ഈ ശ്രേയ പറഞ്ഞ ഈ സ്ത്രീ റൂം എടുത്തല്ലോ തൊട്ടടുത്ത്. അതിന്റെ ശേഷം ആ റൂമിലാണ് ഇത്ര ഈ ഗുണ്ടകളൊക്കെ കൂടി വന്നത്. നിവിൻ പോളി ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ. ഇവർ വന്നിട്ട് ഈ ഒരു സ്ത്രീനെ ഈ സ്ത്രീയുടെ റൂമിലിട്ട് ലോക്ക് ചെയ്തു എന്ന് പറയുന്നു. അവരവിടെ റൂമിൽ തന്നെ ഈ ഗുണ്ടകൾ, നിവിൻ പോളിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് അവരുടെ റൂമിൽ പോകും, തിരിച്ചു വരും. ഇങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നത്. അത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് ഓർമ്മയുണ്ടോ? കാരണം ഈ സ്ത്രീ പറയുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്. അതായത് ദുബായ് പോലത്തെ സ്ഥലത്ത് ഒരു പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടു, ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഈ ഒരു സ്ത്രീനെ തടവിലാക്കാണ് ഗുണ്ടകൾ, 3-4 ഗുണ്ടകൾ, നിവിൻ പോളിയുടെ ഗുണ്ടകൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നതിന് ശേഷം ഈ സ്ത്രീനെ എങ്ങോട്ടും പോകാൻ വിടുന്നില്ല. പക്ഷെ ഇവരാണെങ്കിലോ എപ്പോഴും ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകണല്ലോ, അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. വിശ്വസിച്ചത് അങ്ങനെയല്ല. പുള്ളിക്കാരി നമ്മൾ പൈസ കൊടുത്തത് നമുക്ക് തിരിച്ചു മേടിക്കണമെന്നുണ്ടോ, വഴക്കിട്ടിട്ട് പോയാൽ നമ്മുടെ ആ ഫണ്ട് കിട്ടില്ല എന്നുള്ള രീതി വെച്ചിട്ട് നമ്മൾ അത് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പുള്ളിക്കാരി ആ ഒരു പേരിൽ നമ്മളോട് കൂടുതൽ പോട്ട് സാരമില്ല, ആരോടും പറയണ്ട, അവിടെ നടന്ന അനുഭവം ആരോടും പറയണ്ട എന്നും പറഞ്ഞാൽ നമ്മളോട് ആശ്വസിപ്പിച്ച് വിട്ടത്. അങ്ങനെ ഈ അരുൺ അവിടെ ചോദിക്കുകയാണ്, അല്ല ഈ പീഡിപ്പിച്ച സ്ത്രീനെ തന്നെ വീണ്ടും വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീക്ക് തന്നെ ഒരു റൂം എടുത്ത് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം പറയുന്നത് കൃത്യം പ്ലാനിങ് ആണ് ഒക്കെ പറയുന്നത്. എന്താ വെച്ചാല് ആ ഒരു സ്ത്രീനെ പിണക്കി കഴിഞ്ഞാൽ ആ 3 ലക്ഷം കൊടുത്ത 3 ലക്ഷം ഉണ്ടല്ലോ അത് പിന്നെ കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിക്ക് നിന്നതാണ്. അത് മാത്രമല്ല ആ ഒരു ശ്രേയ പറഞ്ഞ സ്ത്രീ പറഞ്ഞത്രേ, ആ സുനിൽ പറഞ്ഞ ആള് പീഡിപ്പിച്ചത് നീ ആരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞത്രേ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും സുഹൃത്തായി എന്നാ പറയുന്നത്. ഈ ശ്രേയ പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞാൽ പോരെ, ഞാൻ എല്ലാവരോടും പറയും മര്യാദക്ക് എന്റെ 3 ലക്ഷം എടുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഉടനെ തന്നെ പൈസ എടുത്ത് കൊടുക്കൂലേ. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ചെയ്തില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ ഭർത്താവ് കേട്ടാൽ ദേഷ്യപ്പെടും. ഇന്നത്തെ ഈ ആധുനിക യുഗത്തില് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി ദുബായ് വരെ പോയൊരു സ്ത്രീ ഒന്നും ചെയ്തില്ല, ഒന്നും അറിയില്ല, പച്ചപ്പാവം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പാവാട താങ്ങികൾ വിശ്വസിക്കുന്നത്. പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഓണറിന്റെ നമ്പർ ശ്രേയക്ക് കൊടുത്തു എന്നുള്ളത്. പുള്ളിക്കാരി വന്നാണ് റൂം എടുക്കുകയും ആരൊക്കെ അവിടെ വന്നതെന്ന് ഞാനപ്പോ കണ്ടില്ല. പുള്ളിക്കാരി തന്നെ വന്ന് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കുകയായിരുന്നു. ഓക്കെ, 3 ദിവസമാണ് താങ്കളെ പീഡിപ്പിച്ചത് അല്ലെ, അടച്ചിട്ട് പീഡിപ്പിച്ചു. ഈ 3 ദിവസവും നിവിൻ പോളി എവിടെ ഉണ്ടായിരുന്നു? 3 ദിവസം തുടർച്ചയായിട്ട് ആ റൂം എടുക്കുകയും അതിലെ താക്കോല് എടുക്കുകയും വീട് പൂട്ടുകയും ശ്രേയ വരികയും ഒക്കെ ചെയ്തിട്ട് 3 ദിവസം ഇട്ട് അവിടെ പീഡിപ്പിച്ചു ദുബായ് പോലത്തെ സ്ഥലത്ത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്ത്രീ ഒരു നേഴ്സാണ്, ബൈ സർട്ടിഫിക്കറ്റ് നേഴ്സാണ്. പക്ഷെ ജോലി നേഴ്സിന്റെ അല്ല, ബേബി സിറ്റർ ആണ്. എന്ന് വെച്ചാല് വേലക്കാരിയാണ് അർത്ഥം. ഏതോ വീട്ടിലത്തെ വേലക്കാരിയാണ്, ബേബി സിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ദുബായിൽ ബേബി സിറ്റിങ്ങിന് പോയി കഴിഞ്ഞാല് വലിയ ശമ്പളം ഒന്നും ഉണ്ടാവില്ല. കൂടി വന്ന ഒരു 1500 ദിർഹം 2000 ദിർഹം അതിന് മേലെ പോകില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ ദുബായിൽ ഒറ്റയ്ക്കൊരു റൂമിൽ താമസിക്കുന്നു. എന്നിട്ടോ ആ റൂമിൽ ഗുണ്ടകളാൽ തടവിലാക്കപ്പെടുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ കണ്ടിന്യൂ അവിടെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളമോ ഒന്നും തരാതെ ഈ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അല്ല, അവർ വീട്ടിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്തത്? താങ്കൾ മാത്രമാണോ അവിടെ താമസിക്കുന്നത്? അല്ല, അരുൺ എല്ലാ സംഗതികളും ചോദിക്കുന്നുണ്ട്. മുഴുവൻ സംഗതികളും ചോദിക്കുന്നില്ലെങ്കിലും കുറെ സംഗതികൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ അരുണിന്റെ ഒരു കുഴപ്പം എന്താ അറിയോ, ചോദ്യം ചോദിച്ചാൽ ഉത്തരവും മൂപ്പരനെ കൊടുക്കുക. അതാണ് ഈ പ്രശ്നം. അപ്പോ ഈ നുണ പറയുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ്, അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഉത്തരം കൊടുക്കുന്ന സ്വഭാവം വളരെ മോശമാണ് എന്നതാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ ഒരു മുറിയിൽ ഒറ്റക്കാണോ താമസം. പക്ഷെ അതിന്റെ മുമ്പ് ഈ സ്ത്രീ പറയാണ്, ഈ പീഡിതയായ സ്ത്രീ പറയാണ് 3 ദിവസം തടവിലിട്ടിട്ട് ഭക്ഷണം തന്നെ കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് മയക്കുമരുന്ന് കലക്കി കൊടുത്തതേ. 3 ദിവസം ഭക്ഷണം ഒന്നും കൊടുക്കാതെ വെറും മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ജീവനോടെ ഇരിക്കുവോ? ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് അടിക്കുന്നവൻ പോലും തട്ടിപ്പോവും. അങ്ങനത്തെ സ്ഥലത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് മയക്കുമരുന്ന് കാണുക പോലും ചെയ്യാത്തൊരു സ്ത്രീ 3 ദിവസമായിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്ന് കലക്കി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മരിച്ചിട്ടില്ലെങ്കിലും വേറെ എന്തൊക്കെ തരം അസുഖങ്ങൾ വരും? ഇല്ലാത്ത ഒരുപാട് അസുഖം വരില്ലേ, കിഡ്നിക്കൊക്കെ പ്രശ്നം വരില്ലേ? കാരണം ഒരു ഭക്ഷണം കഴിക്കാതെ 3 ദിവസമാണ്, ഒരു ദിവസമല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം, വേറെ ഒരു മാർഗവും ഇല്ല. തുടർന്ന് കേൾക്കാം. അതെ, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. കാരണം അതൊരു ലോഫ്റ്റ് പോലത്തെ സാധനമാണ്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ അവിടെ ആരുമില്ല, സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. അപ്പൊ അവിടെ സെക്യൂരിറ്റി മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല. ദുബായിൽ ഒരു ബിൽഡിങ്ങില് പകൽ എല്ലാവരും ജോലിക്ക് പോകും, കുഴപ്പമില്ല. പക്ഷെ അവർ ജോലിയിൽ നിന്ന് തിരിച്ചു വരൂലേ, രാത്രി തിരിച്ചു വരൂലേ? അപ്പൊ അടുത്തുള്ള റൂമിലൊക്കെ ആൾക്കാർ നിറയില്ലേ എന്ന് മാത്രമല്ല പറയുന്നത്, ഇത് ലോഫ്റ്റ് പോലത്തെ സംഗതിയാണ്. എന്താ ഈ ലോഫ്റ്റ്? ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ റൂമിനെ 2 തട്ടാക്കി മാറ്റിയിട്ട് മുകളിൽ ഒരാൾ ജീവിക്കുന്നു, താഴെ ഒരാൾ ജീവിക്കുന്നു. ഇതിന് ലോഫ്റ്റ് എന്ന് പറയാം. അതേസമയം ഇതുപോലത്തെ റൂമിനെ ഭാഗമാക്കിയിട്ട് അവിടെയും ഇവിടെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ പാർട്ടീഷൻ എന്നാ പറയാ. അപ്പോൾ ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
മേലെയാണ് സ്ത്രീ താമസിക്കുന്നത്, താഴെ വേറെ ആരോ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഈ 3 ഗുണ്ടകൾ കയറിയിട്ട് തടവിലാക്കുക? അത് മാത്രല്ല, ഒരു റൂമായിട്ടൊന്നും ഇപ്പൊ ദുബായിൽ ഉണ്ടാവില്ലല്ലോ. ഒരു ഫ്ലാറ്റ് ഉണ്ടാവും, ആ ഫ്ലാറ്റിനുള്ളിൽ റൂമുകൾ ഉണ്ടാവും. അപ്പൊ ഈ റൂമിൽ ഇപ്പൊ തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് റൂമിൽ ആൾക്കാരുണ്ടാവൂലേ? ദുബായില് ഹാളില് വരെ ഒരു 5-6 ആളുണ്ടാവും, ഹാളിൽ വരെ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഹോളൊക്കെ കടന്ന് ഈ റൂമൊക്കെ കടന്ന് ഈ ഒരു സ്ത്രീയുടെ റൂമിലെത്തി? അതിൽ ലോഫ്റ്റിൽ എങ്ങനെയാണ് 3 ഗുണ്ടകൾ വന്നിട്ട് ഈ സ്ത്രീനെ തടവിലാക്കുക എന്ന് ദുബായിയെ കുറിച്ച് അറിയുന്നവർ ചോദിക്കും. പക്ഷെ അല്ലാത്ത പാവാട താങ്ങികൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് കണ്ണീരിങ്ങനെ പൊഴിക്കുന്നുണ്ടാവും. അതല്ല, തലേ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞവർ ശ്രേയയുടെ കൂടെ ഉൾപ്പെട്ട് വന്നിട്ട് ഞാൻ AK സുനിലുമായിട്ട് പ്രശ്നമുണ്ടായത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, എന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് വിടില്ല, അവിടെ അവർ പറയുന്ന കേട്ട അനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് വന്നത്. ഒരു വായിക്കുന്ന രീതിയില്ലേ വരികയും അവരെന്നെ കൊല്ലുന്ന പറയുകയും. എന്തായാലും മള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, അതായത് ഈ വന്ന ഗുണ്ടകളുണ്ടല്ലോ, നിവിൻ പോളി ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ, ഇവർ പറഞ്ഞത്ര ഞങ്ങളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ നാട്ടിലുള്ള നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലുമെന്ന് പറയുക മാത്രമല്ല, ഈ 3 ദിവസം ഒരു മാറി മാറി ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്ത്രീ പല സ്ഥലത്തും പറയുന്നുണ്ട്, ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ മയക്കുമരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ 4 പുരുഷന്മാർ ഇങ്ങനെ ബലാത്സംഗം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അതിജീവിച്ച് പുറത്തു വന്നത് എന്ന് മഹാ അത്ഭുതം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ശ്രേയ പറഞ്ഞ സ്ത്രീയും ഈ ഒരു മുറിയിൽ വന്നിട്ട് ഇങ്ങനെ കാവല് നിൽക്കുകയാണ്. പിന്നെ ഇവർ പുറത്തേക്കും അകത്തേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് നേരത്തെ പറയുകയും ചെയ്തു. ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവരെ എൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്, അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഇവർക്ക് താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അതായത് ഈ ഒരു സ്ത്രീ പറയുന്നത്, കാരണം ഇങ്ങനെ പറഞ്ഞു പോവാണേ. ഇതിപ്പോ അരുൺ പറഞ്ഞ ആളിങ്ങനെ കുറച്ച് ചോദ്യം ചോദിച്ചു, പക്ഷെ മറ്റുള്ള ചാനലിൽ ഒന്നും ചോദിക്കൂല, ഇങ്ങനെ ഇരുന്നിങ്ങനെ കേൾക്കാണ്. പറയുന്നത് ഫുള്ള് നുണയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെഡിങ് തന്നെ ഇട്ടത്, ഇതൊരു ഭൂലോക ഫ്രോഡാണെന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഭൂലോക ഫ്രോഡിനെ ഞാൻ കാണിച്ചു തന്നതല്ലേ, അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡ്. അതേപോലത്തെ ഒരു ഫ്രോഡാണെന്നോ അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഫ്രോഡാണെന്ന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ തുരുതുരേനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. എന്താ പറഞ്ഞു വെച്ചാല്, ഈ ആൾക്കാർ ഈ നിവിൻ പോളിയും ഗുണ്ടകളൊക്കെ കൂടിയിട്ട് അവരുടെ ഗുണ്ടകൾ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട് തരാൻ. ആ ഗുണ്ടകളെ കൊണ്ട് ഇവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ക്യാമറ, സെക്യൂരിറ്റി ക്യാമറ, ഒരു രഹസ്യ ക്യാമറ സ്ഥാപിച്ചു. ആ ക്യാമറയിൽ കൂടെ ഇങ്ങനെ കാണാത്രേ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത് പറഞ്ഞപ്പോഴാണ് അരുൺ അവിടെ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കേട്ടു നോക്കാം. നേര്യമംഗലത്തെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവർ പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ? പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ, ക്യാമറ പുറത്തുകൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവരെന്റെ കൈകളിലാണ്, നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? അതായത് ഇതൊക്കെ സിനിമയിൽ പോലും കാണിക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. അതായത് ദുബായിൽ ഒരു സ്ത്രീനെ തടവിലാക്കുന്നു, ഉടനെ തന്നെ നാട്ടില് കേരളത്തില് കുറെ ഗുണ്ടകൾ വന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് കാണുന്നു. ബെഡ്റൂമിൽ വന്നിട്ട് ഈ സെക്യൂരിറ്റി ക്യാമറ സ്ഥാപിക്കുന്നു. അപ്പൊ അരുൺ ചോദിക്കുകയാണ്, അതെങ്ങനെ സ്ഥാപിച്ചു? വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അപ്പൊ കുത്തി തുറന്നിട്ടാണോ അകത്തേക്ക് കയറിയത് എന്ന് മാത്രമല്ല, ഒരു ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാലോ. രഹസ്യ ക്യാമറ ആണെങ്കിൽ പോലും ആ ഒരു രഹസ്യ ക്യാമറക്ക് ബാറ്ററി ഇട്ടിട്ടുള്ള ഒരു ക്യാമറ, ഇതുപോലെ ഇങ്ങനെ വൈഫൈ തൊടുത്തു വിടുന്ന, ഇവിടെ ഇരുന്നിട്ട് അവിടെ കാണുന്ന, ക്ലൗഡ് വഴിയൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പവർ ബാങ്ക് ഒക്കെ വെക്കേണ്ടി വരും. അങ്ങനെ പവർ ബാങ്കും ക്യാമറയും ഒക്കെ വെച്ച് അതിനൊരു വയർലെസ്സും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കാണാതിരിക്കോ? ബെഡ്റൂമിന്റെ ഉള്ളിൽ വെച്ചാല് അവരുടെ സ്വന്തം ബെഡ്റൂം അല്ലേ. അപ്പൊ അങ്ങനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കണ്ടിട്ടില്ലേനും അതിന്റെ മറുപടി എന്താണ്?
ഞാൻ കണ്ടല്ലോ എന്റെ ഭർത്താവും മകനൊക്കെ കിടന്നുറങ്ങുന്നത് അവിടെ ഇരുന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണമെന്ന്. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ്. അതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ കഴിയുക? താങ്കൾക്ക് ഇവരെ നേരത്തെ പരിചയമില്ലല്ലോ, ഈ AK സുനിലും മറ്റുള്ള സംഘാംഗങ്ങളുമായി താങ്കൾക്ക് പരിചയമില്ലല്ലോ. കാരണം ആദ്യം ഈ അരുൺ ചോദിച്ചു, നിന്റെ വീട് കുത്തി തുറന്നിട്ടാണോ ഈ ക്യാമറ സ്ഥാപിച്ചത്? അപ്പൊ പറഞ്ഞു അല്ല, കൈയിട്ടിട്ട് അതിനുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, കൈയിട്ടിട്ട് ചിലപ്പം ഇത് സ്ഥാപിച്ചിട്ടുണ്ടാവുമായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ അത് നടക്കുന്നില്ല. ഉടനെ തന്നെ കഥ മാറി. കഥ നേരെ മാറ്റി പറഞ്ഞിട്ട് എന്തായി, എന്റെ ഭർത്താവ് താക്കോൽ അവിടെ വെച്ചിട്ടാണ് പോവാറ്. അപ്പൊ ഈ ഭർത്താവ് പോയ സമയത്ത് താക്കോൽ എടുത്ത് ഡോർ തുറന്നിട്ട് വെച്ചതായിരിക്കും നാക്കി. എങ്ങനെയുണ്ട് കഥകൾ ടക് 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 പറഞ്ഞ് മാറണല്ലേ? റൂട്ട് മാറിയിട്ടാണ് കഥകളൊക്കെ പോകുന്നത്. പിന്നെ പറയുന്നത് ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്തു, ജിമെയിൽ ഹാക്ക് ചെയ്തു, ഇമെയിൽ ഹാക്ക് ചെയ്തു, എല്ലതും ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആരാണ് സത്യത്തിൽ ഗുണ്ടകള്? ലോകത്തെ വലിയ വലിയ ഹാക്കർമാർക്ക് പോലും ഈ രൂപത്തിൽ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ ഫോൺ ഹാക്ക് ചെയ്യാൻ ലക്ഷക്കണക്കിന് ഹാക്കർമാർ കാത്തിരിക്കുകയാണ്. അവർക്ക് പോലും കഴിയാത്തത് ഇവിടെ നിമിഷ നേരം കൊണ്ട് ഈ നിവിൻ പോളിയും ഗുണ്ടകൾ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ, എന്താണ് സംസാരിക്കുന്നത് എന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? അത്രേ ഉള്ളൂ. അപ്പോഴേക്കും അതിന് മറുപടി ഉണ്ട്. ഒരു മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് തുറന്നു ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ്, തുറന്ന ഉടനെ തന്നെ എല്ലതും ഹാക്കായി. പിന്നെ എല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാക്കായിട്ട് എല്ലതും കാണുകയാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി ക്യാമറയുടെ കാര്യം അത് ചവിട്ടുകൊട്ടയിലേക്ക് പോയി. അപ്പോഴാണ് ഈ ഹാക്കിംഗ് കഥ പെട്ടെന്ന് ഉയർന്നു വരുന്നത്. ഫോൺ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞോ, എനിക്ക് ചുറ്റും ഇത്രയും പേരുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പിടിയിലാണ്, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു, അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച്. കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു തിരക്കഥ എവിടെ നിന്ന് എവിടെ എത്തി? അങ്ങനെ ഭർത്താവ് വിളിച്ചപ്പോ ഇവർ ഫോൺ കൊടുത്തത്രേ. ഇതുവരെ ഹാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഭർത്താവ് വിളിച്ചപ്പോ ഫോൺ കൊടുത്തു. ശരി, ഫോൺ കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് അരുൺ ചോദിക്കുന്നത്, ഭർത്താവ് ഫോൺ വഴി കണക്ട് ആയപ്പോ ഇങ്ങനെ പറഞ്ഞോ, എന്നെതാ തടവിലിട്ടിരിക്കുകയാണ്, എനിക്കൂടെ രക്ഷപ്പെടണം, നിവിൻ പോളിയാണ് ഗുണ്ടാ തലവൻ എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് മാത്രം പറഞ്ഞിട്ടില്ല, അത് പറയാനുള്ള ബുദ്ധി എനിക്കില്ല, ഞാൻ പാവമല്ലേ എന്നാണ്. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അരുൺ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല. ഉടനെ തന്നെ അത് അടുത്ത കഥ വരുന്നു. ശ്വാസം മുട്ടാണ്, എനിക്ക് ശ്വാസം മുട്ടാതെ കാരണം അത് പിന്നെ ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, ഭർത്താവിന് ഡൗട്ട് അടിച്ചു, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉരുട്ടിയിട്ട് ഫുള്ള് നുണകളാണ് പറയുന്നത്. ഇതിപ്പോ ഈ അരുൺ ആയത് കാരണം ഇത്രയെങ്കിലും ചോദിച്ചു. വേറെ വല്ല ചാനലാണെങ്കിലും ഇങ്ങനെ നത്ത് പോലെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ജനങ്ങൾക്ക് ഭ്രാന്ത് ഓടിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതൊന്നും തന്നെ വിശ്വസനീയമല്ല. അത് തന്നെ പ്രശ്നം. അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും, അതായത് ഇവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു. 1-2 ഫോട്ടോസ്. അതായത് ഇവർ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക്? പക്ഷെ അന്നേരം വിളിച്ചില്ല. കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ, വാച്ച് ചെയ്തോണ്ടിരിക്കുവാണല്ലോ ഫോട്ടോ എടുത്തതും. അങ്ങനെ നിവിൻ പോളിയും ഗുണ്ടകളൊക്കെ ചേർന്നിട്ട് ലഹരി അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാത്ര മയങ്ങിയിട്ട് ആ സമയത്ത് ഫോൺ എടുത്തിട്ട് ഇവരുടെ ഫോട്ടോ എടുത്തു. എത്ര ഫോട്ടോ എടുത്തു? 3 ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അരുൺ ചോദിക്കുകയാണ്, ഈ ഫോട്ടോ എടുത്ത നേരം ആ ഭർത്താവിന് ഒരു മെസ്സേജ് അയച്ചാ പോരെ, എന്തുകൊണ്ട് അയച്ചില്ലാന്ന് ചോദിക്കുമ്പോ അല്ല അവര് നോക്കിയിരിക്കല്ലേന്ന്. അപ്പൊ നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ എങ്ങനെ എടുത്തു? ഈ നുണകളൊക്കെ പറയുമ്പോ ഒരു വിശ്വസിക്കുന്ന ഒരു നുണൊക്കെ പറയണ്ടേ? അപ്പൊ ഈ രൂപത്തിലാണ്. ഇനി അതൊന്നും വേണ്ട, ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ അയച്ചു കൊടുത്താൽ മതി. ആർക്കെങ്കിലും ഭർത്താവിന് തന്നെ അയക്കണം എന്ന് നിർബന്ധമില്ല. ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽക്കടെ അയച്ചു കൊടുത്താൽ പോരെ, അത് തെളിവായിട്ട് അവിടെ കിടന്നോളൂല്ലോ. അതൊന്നും ചെയ്തിട്ടില്ല, ഫോട്ടോ എടുത്തു. വേറെ ഒന്നും ചെയ്യാനുള്ള അറിവ് പാവത്തിനില്ല. പക്ഷേ എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ അവിടുന്ന്, അതായത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവിടെ റൂമിൽ ടാക്സി വിളിച്ച് കയറ്റി വിട്ടത്. ആ ഫ്ലാറ്റിൽ കസിൻ ഉണ്ടായിരുന്നോ? ആ ഫ്ലാറ്റിൽ തന്നെയല്ല, ദുബായിൽ ഒരു കസിൻ, ഫ്ലാറ്റിലല്ല ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. ആ കസിൻ വരികയും ടാക്സിയിൽ കയറ്റി വിടുകയും എയർപോർട്ടിൽ എത്തുകയും ആണ് ചെയ്തത്. എങ്ങനെയുണ്ട് പറച്ചില്? അങ്ങനെ ഈ ശ്വാസം മുട്ടാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താവ് സംസാരിച്ചല്ലോ. ആ സമയത്ത് ഭർത്താവിന് ഡൗട്ട് തോന്നിയിട്ട് പിന്നെ ശ്വാസം മുട്ടാണ് ഡേഞ്ചർ ആണെന്ന് കണ്ടിട്ട് ദുബായിൽ ഒരു കസിൻ ഉണ്ട്, ആ കസിനെ വിളിച്ചിട്ട് ആ കസിൻ വന്നിട്ട് ഈ ഒരു സ്ത്രീനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയും കയറ്റി അയക്കുകയും ചെയ്തു.
ഇത്രേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? കാരണം ഈ കസിൻ വരുമ്പോ ഗുണ്ടകളോട് പോയി അത് മാത്രല്ല, ഈ ഒരു സ്ത്രീനെ 3 ദിവസമായിട്ട് ഈ മയക്കുമരുന്ന് കൊടുത്തിട്ടിരിക്കുകയാണ്, വെറും മയക്കുമരുന്ന് മാത്രം. അങ്ങനത്തെ ഒരു സ്ത്രീനെ കണ്ടിട്ട് ഈ ഒരു കസിൻ ഒന്നും മനസ്സിലായില്ലേ, ശ്വാസം മുട്ടാണെന്ന് തെറ്റിദ്ധരിച്ചോ? എന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. സത്യത്തിൽ 3 ദിവസം മയക്കുമരുന്ന് കുടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, ഒരു മാസമെങ്കിലും. എന്നാൽ മാത്രമാണ് ശരിക്കും തല പൊക്കാൻ തന്നെ പറ്റുള്ളൂ. ആ സ്ഥലത്ത് പുഷ്പം പോലെ എയർപോർട്ടിലേക്ക് പോകുന്നു, അവിടെ നിന്ന് കയറിപ്പോരുന്നു, ഒരു കുഴപ്പമില്ല. തിരക്കഥക്ക് ഇത്രയും വൃത്തി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അതായത് ജൂണിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് അർഷിത മേഡത്തിന്. കാരണം നമ്മൾ ഒത്തിരി ആലോചിച്ചു. ഇവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണ്, ഇവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു വിട്ടത്. അപ്പം നമുക്ക് സപ്പോർട്ട് ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പീഡനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്. അതായത് നവംബറിലാണ് ആ MK സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പീഡിപ്പിക്കുന്നത്. അതിനുശേഷം ഡിസംബർ 13, 14, 15 അല്ലെങ്കിൽ 16 ആ തീയതികളിലാണ് നിവിൻ പോളിയും ഗുണ്ടകളും പീഡിപ്പിക്കുന്നത്. അതിനുശേഷമാണ് നാട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പൊ ഡിസംബറിൽ തന്നെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6ാമത്തെ മാസമാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുന്നത്. കാരണം ഈ സ്ത്രീക്ക് ഭർത്താവും മാത്രമേ ഉള്ളൂ, മകനും മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. പിന്നെ പോലീസുകാരൊക്കെ എന്തിനിരിക്കണാണ്? പോലീസുകാരെ ഈച്ചനാട്ടാൻ വേണ്ടി ഇരിക്കുകയാണോ? പോലീസിൽ പോയിട്ട് അപ്പൊ തന്നെ പറഞ്ഞൂടെ? ദുബായിലോ പറഞ്ഞില്ല, എന്തൊക്കെയോ സംഗതികൾ കേട്ടോ. അതായത് ഈ ദുബായിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കും. അതിനെ ബ്ലോക്ക് ആക്കിക്കൊണ്ടാണ് എന്റെ കസിൻ എന്നെ ഉടനെ തന്നെ കയറ്റി അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരാതി കൊടുക്കാനുള്ള സമയമില്ലല്ലോ. തടവിൽ കിടക്കുന്ന സ്ത്രീനെ അടുത്ത ദിവസം തന്നെ എയർപോർട്ടിൽ എത്തിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു തിരക്കഥയാണ് ഈ ഒരു ഭൂലോക ഫ്രോഡും ഈ ഒരു ഫ്രോഡിന്റെ ഭർത്താവും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്, വേറൊന്നും തന്നെയല്ല. നാട്ടിലോ ദുബായിലോ ഈ വിവരങ്ങൾ അറിയാവുന്ന നിങ്ങളല്ലാത്ത മറ്റൊരാളെങ്കിലും ഉണ്ടോ? വേറെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല? ഇല്ല, ആരുമില്ല. ഹസ്ബൻഡുമായി മാത്രമാണ് ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സംഗതിയെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല, ഭർത്താവിനോട് മാത്രം പറഞ്ഞു. അത് തന്നെ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം. പിന്നെ മറ്റൊരു സംഗതി പറയാതെ പോകരുത്, ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ നിവിൻ പോളി ഇങ്ങനെ ചെല്ലുന്നു, ഏതൊരു പീറ പെണ്ണിനെ തടവിലാക്കുന്നു, എന്നിട്ട് അവൾക്ക് 3 ദിവസം മയക്കുമരുന്ന് കൊടുത്ത് അവിടെ പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞൊക്കെ? ഈ നടന്മാര്, സംവിധായകന്മാര്, പ്രൊഡ്യൂസർമാർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ കോടീശ്വരന്മാരാണ്. ഒരു 4-5 സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ കോടികളാണ് വരുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് ഈ ഒരു പീറപ്പണിന്റെ പിന്നാലെ നടക്കണോ ഈ ഒരു നിവിൻ പോളി? പിന്നെ അതിനും ഈ ഒരു സ്ത്രീ ഒരു കൗണ്ടർ പറയുന്നുണ്ട്. അതായത് ആ സുനിൽ പറഞ്ഞ ആള് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്ന് നിവിൻ പോളി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സുനിൽ പറഞ്ഞത്രേ ഈ ഒരു പെണ്ണിനെ പോയിട്ട് പീഡിപ്പിക്കുക, തടവിലാക്കുന്ന പറഞ്ഞത്രേ. അങ്ങനെയാണ് നിവിൻ പോളി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ഈ ദുബായിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ, ദുബായ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു കേരളം തന്നെയാണ്. അല്ലെങ്കിൽ ചൈനയിലേക്ക് പോയതുപോലെയോ മലേഷ്യയിലേക്ക് പോയതുപോലെയോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലേക്ക് പോയതുപോലെ ഒന്നല്ലല്ലോ, ഒരു കേരളം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് ഈ നിവിൻ പോളി ഇങ്ങനെ വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഒരു ഫ്ലാറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നു, ഒരു ഫ്ലാറ്റിൽ റൂം എടുക്കുന്നു, ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത് പോകുന്നു, തൊട്ടടുത്ത റെസ്റ്റോറന്റിൽ പോകുന്നു. ആരും കണ്ടിട്ടില്ലേ? ഒരു മലയാളം ഈ ഒരു പ്രശസ്തനായ നടനെ കണ്ടിട്ടേ ഇല്ലേ? അപ്പൊ എന്താണ് സത്യത്തിൽ ഈ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇപ്പൊ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പ്രശസ്തരായ നടന്മാരെ കൊടുക്കുക, കോടികൾ വാങ്ങിയിട്ട് അമുക്കുക. അതിൽ നല്ലൊരു പരിപാടിയാണ് ഈ ഒരു സ്ത്രീ ഇസ്രയുടെ ഭർത്താവും കൂടിയും കണ്ടെത്തിയിട്ടുള്ളത്. അല്ല, നമ്മൾ ഫ്രീലാൻസ് വിസയാണ് എടുത്തത്. അതിനകത്ത് ഞാൻ ഈ ഒരു ഏജൻസി വഴി പോകുന്ന ഈ ബേബി സിറ്റിംഗ് അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു. പുറത്തോട്ട് പോകാനായിട്ട് വല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ നോക്കാം എന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. അപ്പൊ കെയർ ഗീവറായി താങ്കൾ അവിടെ ജോലി ചെയ്തിരുന്നോ? ഓക്കെ, ഇവിടെയാണ് മറ്റൊരു സംഗതി. അതായത് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നത് വിസിറ്റ് വിസയില്, അതിനുശേഷം അവിടെ ഫ്രീ വിസ എടുക്കുന്നു. ഫ്രീലാൻസ് വിസ, ഫ്രീ വിസ ഒക്കെ സെയിം തന്നെയാണ്. ഈ ഫ്രീലാൻസ് വിസക്ക് ചുരുങ്ങിയത് 7000 ദിർഹം കൊടുക്കണം. അങ്ങനെ 7000 ദിർഹം കൊടുത്ത് ഈ വിസ എടുക്കുന്നത് എന്തിനാണ്? അവിടെ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ്. ഒരുപാട് പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ജോലി ചെയ്യുന്നു. എന്താണ് ജോലി? ബേബി സിറ്റർ. ഏതൊരു വീട്ടിൽ പോയിട്ട് കുട്ടികളെ നോക്കുകയാണ്. അതിനെന്ത് ശമ്പളം കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനത്തെ സ്ഥലത്ത് 3 ലക്ഷം രൂപ ഈ ഒരു ശ്രേയ പറഞ്ഞ സ്ത്രീക്കും കൊടുക്കുന്നു. അത് പിന്നെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം കയ്യിൽ. ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ജീവിക്കുന്നതോ ഒറ്റക്കൊരു റൂമിൽ, ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞത് നന്നായി. കാരണം ദുബായിലൊക്കെ ഒരു ഫ്ലാറ്റ് കിട്ടുക എന്ന് പറഞ്ഞാല് മാസം 5000 ദിർഹം 6000 ദിർഹമൊക്കെയാണ് വാടക മാസം. അപ്പൊ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ കുറെ സമാധാനമാണ്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആ ഒരു റൂമാണെങ്കിലോ ഒരു റൂം മാത്രമായിട്ട് ഒരു ബിൽഡിങ്ങിൽ അങ്ങനെ ഉണ്ടാവുമോ? ഇനിയിപ്പോ സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ കൂടി വിശ്വസിക്കാം നമുക്ക്. പക്ഷെ സ്റ്റുഡിയോ ഫ്ലാറ്റിനും ദുബായിൽ നല്ല വിലയാണ്. ഈ ബേബി സിറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കൊന്നും ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ദുബായിൽ അഫോർഡ് ചെയ്യാനേ കഴിയില്ല. ദുബായിൽ നിന്നല്ല,
ഷാർജയിലായാലും അജ്മാനിലായാലും ഒന്നും തന്നെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഇത്രയും ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരാൾക്ക് അഫോർഡ് ചെയ്യുക അസാധ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീ ഒരു റൂം എടുത്തത് എന്ന് സംശയാസ്പദമാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇത് ലോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു റൂമിൽ ജീവിക്കുകയാണ്, എന്നിട്ട് ആ റൂം ലോഫ്റ്റ് ആണോ ലോഫ്റ്റ് അല്ലേ പാർട്ടീഷൻ ആണോ അതുപോലും അറിയില്ല. ഈ കസിൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു? അതെ, പുള്ളി വരുന്ന സമയത്ത് ഇവരെ റൂമിലോട്ട് മാറുകയാണ് ഉണ്ടായത്. അതായത് തൊട്ടപ്പുറത്തെ റൂമിലോട്ട് മാറുകയുണ്ടായി കസിൻ വന്നപ്പം. അപ്പോൾ ഇവർ ഫോണിൽ കൂടെ ഓൾറെഡി കേട്ടു, ഞങ്ങൾ ഹസ്ബൻഡും ഞാൻ സംസാരിക്കണത് കേട്ടപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ മാറുകയും കസിൻ വന്നെ വിളിച്ച് താഴെ ടാക്സിയിൽ കൊണ്ടുപോയി. കസിൻ വന്ന് നോക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് കസിന് ബോധ്യപ്പെട്ടിരുന്നോ? പക്ഷെ 3 ദിവസം താങ്കളെ നിരന്തരം ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ താങ്കളെ? അരുൺ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല സ്ത്രീയുടെ അടുത്ത്. ഈ കസിൻ വന്ന സമയത്ത് വളരെ നല്ലൊരു ചോദ്യമാണ്. കസിൻ വന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലാണല്ലോ ഈ നിവിൻ പോളിയും കൂട്ടുള്ളത്, അങ്ങോട്ട് അവർ മാറിയെന്ന്. ഈ കസിൻ വരുമ്പോ പറഞ്ഞൂടെ, ഇത് ചില്ലറ ബലാത്സംഗം അല്ലല്ലോ, ഇത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. ഉടനെ തന്നെ കസിനോട് പറഞ്ഞൂടെ, ഇത് അപ്പുറത്തെ റൂമിൽ നിവിൻ പോളി ഉണ്ട്, അവരെന്നെ പീഡിപ്പിക്കുകയായിരുന്നു, എനിക്കത് മയക്കുമരുന്ന് തന്ന് എന്നെ കിടത്തിയിരിക്കുകയായിരുന്നു, എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല എന്ന് പറഞ്ഞൂടെ? പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസിൻ ഒന്നും അറിയില്ല. പിന്നെ ഈ കസിൻ വരുന്നത് എങ്ങനെ അറിഞ്ഞു? അത് ഈ ഫോൺ ഹാക്കാണല്ലോ. ആ ഫോണ് നിവിൻ പോളിന്റെ അടുത്തത്രേ. ഈ സ്ത്രീയുടെ ഫോൺ നിവിൻ പോളിന്റെ അടുത്താണ്. പക്ഷെ വേറൊരു രഹസ്യമായിട്ടുള്ള ഒരു ഫോണും ഈ സ്ത്രീയുടെ അടുത്തുണ്ട് എന്ന് പറയുന്നു. അത് സത്യത്തിൽ ഈ അരുൺ 4 ചോദ്യം ചോദിച്ചപ്പോഴേ കുടുങ്ങിയപ്പോ എന്താക്കി, എനിക്ക് വേറൊരു ഫോൺ ഉണ്ട് എന്നാണ് പറഞ്ഞു. അതാണ് സത്യം. കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നുള്ള ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സംസാരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ആ ഒരു കംപ്ലൈന്റ് ആണെന്ന് മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വേറെ നോക്കുമ്പോൾ നമുക്ക് വയ്യ, നമ്മൾ ഫുഡ് കഴിക്കുന്ന ഓൾറെഡി നമുക്ക് ക്ഷീണമുണ്ട്, ടയേർഡാണ്. അല്ലാതെ നമ്മളവിടെ അങ്ങനത്തെ ഒരു ഇത് അവരാരും ചിന്തിക്കണില്ല. നമുക്ക് അങ്ങനെ സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളാണ്. സിനിമാ ഫീൽഡുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് പീഡിപ്പിച്ചോ ഇല്ലെന്ന് അറിയാൻ കഴിയുള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് അറിയാട്ടോ. അപ്പൊ വീണ്ടും അതിൽ നിന്നൊക്കെ ആ വക ചോദ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത് ശ്വാസം മുട്ട്. അപ്പൊ ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരാളും 3 ദിവസം മയക്കുമരുന്ന് അടിച്ച് 4 or 5 പുരുഷന്മാർ ബലാത്സംഗം ചെയ്ത ഒരു സ്ത്രീയുടെ അവസ്ഥയും ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടോ. കസിനോട് ഈ കാര്യം പറഞ്ഞില്ലേ, നിവിൻ പോളി എന്നെ ആക്രമിച്ചു എന്ന് കസിനോട് പറഞ്ഞില്ലേ? അല്ല, കൃത്യമായിട്ട് ആ സമയത്ത് അരുൺ ചോദിക്കുന്നുണ്ട്, കസിൻ വരുമ്പോ ഈ ക്രിമിനൽസ് ഒക്കെ അടുത്ത റൂമിലുണ്ടല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. മറുപടി ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല ഒന്നും പറഞ്ഞില്ല. കാരണം ഹസ്ബൻഡിനോട് പോലും പറയാത്തത് കസിനോട് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാനത് നാട്ടിൽ വന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ്, ഞാൻ കുറെ ടൈം എടുത്തിട്ടാണ് ഹസ്ബൻഡിനോട് പോലും പറഞ്ഞത്. അച്ചായത്ത് ചില്ലറക്കാരിയല്ല, നല്ല ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധിയാണ്. ഭർത്താവിനോട് പോലും പറയാത്തത് കസിനോട് എങ്ങനെയാണ് പറയാ? അങ്ങനെ വല്ല നിയമമുണ്ടോ? ഭർത്താവിനോട് പറയാത്തത് ലോകത്ത് ആരോടും പറയാൻ പാടില്ല എന്ന് വല്ല നിയമം വെളിയിലുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യത്തില് ആക്രമിക്കപ്പെടുമ്പോ ആരാണോ തൊട്ടടുത്ത് അവരെയാണ് അറിയിക്കുക. ചിലപ്പോൾ തൊട്ടടുത്ത് ഒരു പരിചയം ഇല്ലാത്ത ഒരാളായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കസിനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ആളോടായിരിക്കും ചിലപ്പോൾ നമ്മൾ സഹായത്തിന് അഭ്യർത്ഥിക്കുക. അല്ലാതെ ആ സമയത്ത് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ വാപ്പനോട് പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞില്ലല്ലോ, അതൊക്കെ ആരും ചിന്തിക്കോ? അപ്പൊ അതാ പറയുന്നത്, ഇത് ഫുള്ള് തിരക്കഥ മാത്രമാണ്. കാണാ പാഠമാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഛർദിക്കാണ്. പുള്ളിക്ക് ഓരോ ആവശ്യത്തിന് ഫണ്ട് റോൾ ചെയ്യുന്നതും ഒക്കെ ഈ AK സുനിൽ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞാലും എന്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടാലും പുള്ളി അത് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഈ നിവിൻ പോളി റൂമിലേക്ക് ആദ്യത്തെ ദിവസം എൻ്റർ ചെയ്തല്ലോ, 3 ദിവസമാണല്ലോ തടവിലാക്കിയത്. അങ്ങനെ ആദ്യത്തെ ദിവസം ഈ ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് എൻ്റർ ചെയ്തപ്പോ ഇത് നിവിൻ പോളി അല്ലേ എന്ന് സ്ത്രീ ചോദിച്ചില്ല. കാരണം എന്താണ്, നിവിൻ പോളി ഇവളെ അറിയുന്നില്ല. ഒരു സിനിമാ നടനാണെന്ന് അറിയാന്നല്ലാതെ ഇന്നേ വരെ വേറൊരു വിവരമില്ല. അതുപോലെ നിവിൻ പോളി റൂമിലേക്ക് വരുമ്പോ, അതായത് നിവിൻ പോളിയുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലത്തെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ നെട്ടോട്ടോടുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീയുടെ റൂമിലേക്ക് നിവിൻ പോളി കയറി വന്നപ്പോൾ ഈ സ്ത്രീക്ക് ഒന്നും തോന്നിയില്ല. എന്ന് മാത്രമല്ല, നിവിൻ പോളി വന്നിട്ട് പറഞ്ഞു, ആ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, നീ ഇന്ന് മുതൽ തടവിലാണ്, ഞങ്ങൾ നിന്നെ തടവിലാക്കിയിരിക്കുന്നു, എടുക്കടി ഫോൺ എന്ന് പറഞ്ഞപ്പോ ഫോണൊക്കെ എടുത്ത് കൊടുത്തു എന്നൊക്കെ അങ്ങനെ ഇരുന്ന് ചലച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിവിൻ പോളി താങ്കളെ ഉപദ്രവിച്ചു. അപ്പൊ നിവിൻ പോളിയെ പോലെ വലിയൊരു സ്റ്റാർ ഒക്കെ വന്ന് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി താങ്കളെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമെന്ന് കരുതുക സാധ്യമാണോ? എനിക്കൊരു സംശയമാണ്. ഇത് മനുഷ്യരുടെ കാര്യമാണ്, പറയാൻ കഴിയില്ല. അതിന്റെ അവസാനം അരുൺ പോലും പറഞ്ഞു, ഇത്രയും പ്രശസ്തനായിട്ടുള്ള നടൻ ഇങ്ങനെയൊക്കെ ചെയ്യും? ഒരു പീറ പെണ്ണിനെ വന്നിട്ട് തടവിലാക്കി പീഡിപ്പിച്ചിട്ട് ഞങ്ങൾ ഗുണ്ടകളാണ്, ഞാൻ ആ പ്രൊഡ്യൂസറിന് വേണ്ടി പണിയെടുക്കുന്നതാണ്, അങ്ങനെയൊക്കെ പറയോ? എന്തായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പാവാടത്താങ്ങികളുടെ അഭിപ്രായം അല്ല ചോദിക്കുന്നത്. പാവാടത്താങ്ങികൾ ഇപ്പൊ ഇങ്ങനെ കരയൊന്നുണ്ടാവിരുന്നിട്ട് ഈ സ്ത്രീയുടെ
ദയനീയാവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ടാവും. അവരുടെ കാര്യമല്ല ചോദിച്ചത്. കുറച്ചെങ്കിലും വിവേകബുദ്ധി തലക്കകത്ത് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോടാ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ദുബായിൽ ബേബി സിറ്റിങ്ങിന് പോകുന്ന സ്ത്രീ ഒറ്റക്ക് റൂം എടുക്കുന്നു, അതിലേക്ക് നിവിൻ പോളി എൻ്റർ ചെയ്യുന്നു, ഗുണ്ടകളുമായിട്ട് 3 ദിവസം തടവിലാക്കുന്നു, മയക്കുമരുന്ന് കൊടുത്ത് 3 ദിവസം പീഡിപ്പിക്കുന്നു. എന്താ ഇതൊക്കെ അടിപൊളി കഥ. സിനിമ ഉണ്ടാക്കിയാൽ പൊളി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇതാണ് പറയുന്നത്. ഒരുപാട് ഭൂലോക ഫ്രോഡുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തലപൊക്കി വരികയാണ്. അപ്പൊ കേരളത്തിൽ ജീവിക്കുന്നവരോ UAE-യിൽ ജീവിക്കുന്നവരോ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ നടക്കും ഏതെങ്കിലും വിധത്തിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് നടക്കും എന്നൊന്ന് വിശദീകരിച്ചാൽ വളരെ വലിയ ഉപകാരമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.